അപ്പം ജയിൽ പുള്ളികളുടെ ആ ഒരു അവരെ റിലീസ് ചെയ്തു, അവരൊക്കെ വീട്ടിനകത്തേക്ക് കയറി, അവരുടെ ടാസ്കൊക്കെ അവർ അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് തോന്നുന്നത്. രാവിലെ ലൈവ് കാണുമ്പോൾ നമ്മുടെ സരികയും അതുപോലെ തന്നെ നിവിനും കൂടി ഒരാൾ ജയിലിന്റെ പുറത്തും ഒരാളുടെ ജയിലിനകത്തും എന്ന് വർത്താനം പറയുന്നുണ്ട്. നമ്മുടെ രേണു സുധി കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഇതായിരുന്നു രാവിലെ ലൈവിൽ. അതിനുശേഷം അവർക്ക് ബാത്റൂമിൽ പോകുന്ന ഒരു കാര്യവും പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ അനീഷും ക്യാപ്റ്റൻ ഷാനവാസും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ അഭിപ്രായത്തോട് പലരെയും വിയോജിപ്പ് എനിക്കിഷ്ടമാണ്. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെയാണ്. പക്ഷെ തെറി വിളിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുന്നത് വളരെ മോശമായി പ്രവണത. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അങ്ങനെ ക്യാരക്ടർ ആവുന്നത് കൊണ്ടാണ്. പിന്നെ തൊഴിലൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സിനും ജോലിയുള്ളവരാണ്. മിക്കവാറും എല്ലാവരും. ഞാനും ഒരു പ്രൊഫഷണലാണ്, അഡ്വക്കേറ്റാണ്. 11 വർഷമായിട്ട് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. ഓക്കെ, ഇത് എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ ആക്ട്രസും കൂടിയാണ്. ഓക്കെ, പിന്നെ ബിഗ് ബോസ് പോകാനായിട്ട് നമുക്കൊന്ന് തൽക്കാലം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. കാരണം ഭക്ഷണം കിട്ടത്തില്ല, ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനുണ്ട്. പക്ഷേ സർവൈവൽ ഗെയിമാണ്, അത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പോകാം. റിയാലിറ്റി ഷോയാണ്, സെലക്ട് ചെയ്യുന്നതന്നെ വലിയ കാര്യമാണ്. ഓക്കെ, അതെല്ലാം നല്ല കാര്യമാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് കാശ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിൽ എനിക്ക് കാശൊന്നും കിട്ടാനായിട്ടില്ല. വെറും 100-150 സബ്സ്ക്രൈബേഴ്സുള്ള ഞാൻ എങ്ങനെയാണ് കാശ് വാങ്ങിക്കുന്നത്? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും കേട്ടോ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ഒരു 12:30 വരെയുള്ള ലൈവ് അപ്ഡേഷൻ ഞാൻ തന്നിട്ടുണ്ട്. എല്ലാവരും പോയി ആ വീഡിയോ കാണുക. അപ്പം ജയിൽ പുള്ളികൾക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യമൊക്കെ അവർ ഫെയിലർ ആയെങ്കിലും പിന്നീട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് തോന്നുന്നത്. ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. രാവിലെ അവർ ഓക്കെ ആയി. അപ്പോൾ രാവിലെ ഒരാൾക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നിവിൻ ഷാനവാസിനെ വിളിച്ചു. ആ മരവാഴ ഷാനവാസ് എവിടെ പോയി കിടക്കുന്നു എന്നുള്ള ഒരു ഒച്ച കേട്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത് തന്നെ. അപ്പം ഷാനവാസെ മരവാഴ ക്യാപ്റ്റ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിവിൻ ജയിലിൽ കിടന്ന് അലമുറയിട്ടു. എന്തായാലും ആരോ ചെന്ന് ഷാനവാസിനോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഷാനവാസ് വന്നു തുറന്നു. ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ബാത്റൂമിൽ നിവിൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ അഴി തുറന്ന് തന്നെ ഇട്ടേക്കുമായിരുന്നു. അടച്ചിട്ട് പോയില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾ പുറത്ത് പോയിക്കുമ്പോൾ ഒരാൾ അത് അടയ്ക്കുകയാണ് സാധാരണ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത്. അല്ല എങ്കിൽ നിങ്ങളതിന് കമൻറ്റ് അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ രേണു അതിനകത്തുണ്ടായിരുന്നു, സരിക പുറത്തിരിപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനീഷ് വന്നിട്ട് ചോദിച്ചു, രേണുവിന് ബാത്റൂമിൽ പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോകണം. നിവിൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അല്ല ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാപ്റ്റനോട് പറയാം, നിവിൻ പോയതിന് കുഴപ്പമില്ല, രണ്ടുപേർക്കും പോവാം. പക്ഷെ അപ്പോൾ പറഞ്ഞു ഇത് തുറന്നു കിടക്കുക, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം പോവാമല്ലോ. അപ്പോൾ അനീഷ് പറഞ്ഞു അത് പറ്റില്ല, നമ്മുടെ ക്യാപ്റ്റനോട് പറയാണ്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. തുറന്നു കിടക്കുവാണെങ്കിലും ക്യാപ്റ്റനോട് പറയാണ്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. കാരണം ക്യാപ്റ്റനോട് പറയാതെ ഒരാൾ പോവുകയാണെങ്കിൽ ഒരാൾ പോകുമെന്ന് പറയണം, അല്ലെങ്കിൽ ഞാനും കൂടി പോവുകയാണെന്നുള്ളത് ക്യാപ്റ്റനോട് പറയണം. അപ്പോൾ ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ അനീഷ് അകത്തേക്ക് പോയപ്പം നമ്മുടെ ഷാനവാസ് സോഫയിൽ ഇങ്ങനെ ഒരാളെ തുറന്നു വിട്ടതിന് ശേഷം അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഷാനവാസ് രേണുവിനും ബാത്റൂമിൽ പോകേണ്ടി വരും, ഒന്ന് ചെല്ല് ബാത്റൂമിൽ പോകണമെന്ന് ചോദിരും എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് ഷാനവാസിനെ ഡിസ്റ്റർബായി. ഷാനവാസ് എന്നിട്ടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, കാല് ചെറുതായിട്ട് അനക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുമല്ല, ജസ്റ്റ് ഒന്ന് വന്ന് കിടന്നേ ഉള്ളൂ. അപ്പോൾ ഉടനെ അനീഷ് പറഞ്ഞു പിന്നെ മരക്കഴുതേ രേണുവിന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു, ഒന്ന് ചെല്ലു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മരക്കഴുത എന്ന് വിളിച്ചത് നമ്മുടെ ഷാനവാസ് ചാടി എഴുന്നേറ്റു. ഓരടാ നിന്റെ മരക്കഴുത, നിന്റെ തന്തേ പോയി വിളി എന്നാണ്. അപ്പോൾ അതവിടെ മ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കേൾക്കാൻ പറ്റില്ല എന്താണ്. അപ്പോഴേ അപ്പം പറഞ്ഞു നീ സൂക്ഷിച്ച് സംസാരിക്കണം, നിന്നോട് ഞാൻ മര്യാദയ്ക്കല്ലേ സംസാരിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു ഇതാണോടാ മര്യാദ, ഒരുത്തിന് ഉറക്കം എഴുന്നേക്കുമ്പോൾ കഴുതെന്ന് വിളിച്ചുകൊണ്ടാണോടാ മര്യാദ എന്ന് ചോദിച്ചു. അങ്ങനെ തലേണ എടുത്ത് ഷാനവാസ് ആദ്യം അനീഷിനെ എറിഞ്ഞു. അപ്പോൾ അനീഷ് ആ തലേണ എടുത്ത് തിരിച്ചെറിഞ്ഞു. വീണ്ടും ഷാനവാസ് എറിഞ്ഞു, വീണ്ടും അനീഷ് എറിഞ്ഞു. 2 പ്രാവശ്യം എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് കസേര എടുത്ത് അനീഷിനെ അടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങി. പെട്ടെന്ന് തന്നെ അനീഷ് അവിടെ സ്ട്രക്കാ നിന്നു. അതിനുശേഷം വീണ്ടും അപ്പോൾ പറഞ്ഞു നീ എന്നെ എറിഞ്ഞ് നിന്നെ ശരിയാക്കും, മറ്റേതാ മറിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഭയങ്കരമായിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ടായിരുന്നു. അനീഷും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നീട് അനീഷ് എറിയാതെ ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു പില്ലോ കൊണ്ടുവന്ന് അവിടെ ഇട്ടു. എന്നിട്ട് തിരിച്ചു പോരുന്നിട്ട് പുറത്ത് വന്നിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവരെ ജയിലിൽ നിന്നുള്ളവർ അവിടെ ചെന്നിട്ട് ഷാനവാസ് രേണുവിനെ കൂടി പുറത്തിറങ്ങി അവർ ജയിൽ പുള്ളികൾ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞ് ബാത്റൂമിൽ വെച്ച് ഷാനവാസ് അവരോട് പറയുകയാണ് അവൻ എന്നെ മരക്കഴുതിനെ വിളിച്ച് അവൻ എന്ത്
കാര്യം, മറ്റേതാണ് മറിച്ചത്, അവനവൻ്റെ വീട്ടിൽ പോയി ചെയ്യണം, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ചു. പക്ഷെ തിരിച്ച് വിളിച്ചതോ തന്തയ്ക്ക് വിളിച്ചതോ ഒന്നും അവിടെ പറഞ്ഞില്ല. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് അനീഷ് പുറത്തോട്ട് ഇറങ്ങി വന്നതോടെ, നീ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ മേളിൽ പറയാൻ പാടില്ല, നീ രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ മ്യൂട്ട് ചെയ്ത സംഭവം തന്തയ്ക്ക് വിളിച്ചതാണ് എന്ന്. അപ്പോൾ അങ്ങനെ കുറേ നേരം അവൻ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഉടനെ നമ്മുടെ ഷാനവാസ് പിന്നെ അന്ന് അനിമോളെ മാനിപ്പുലേറ്റ് ചെയ്ത കണക്ക് മാനിപ്പുലേഷൻ ഉണ്ട്, നീ എൻ്റെ വീട്ടുകാരെ വിളിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകരത് കേട്ടതുമില്ല, ഞാനത് കേട്ടില്ല, ലൈവിൽ കേട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. അനീഷ് ഒന്നും ശ്രദ്ധിച്ചാൽ, നീ രണ്ടാമത്തെ തവണയാണ്, ഞാൻ ഇനി ക്ഷമിക്കത്തില്ല. നീ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ, നീ എന്നെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറയരുത്. കറക്റ്റാണ്, വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട. പക്ഷേ തന്തയ്ക്കൊക്കെ വിളിക്കുന്നത്, മരക്കെഴുത വിളിച്ചാൽ നീ പോടാ മരക്കെഴുതെന്ന് തിരിച്ച് വിളിക്കാം, അല്ലാതെ നിൻ്റെ തന്തയെ പോയി വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ വെരി ബ്രൂട്ടൽ വേർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം വഴക്കായി. എന്തായാലും കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നീട് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. എന്തായാലും ഇപ്പോൾ ഷാനവാസ് ലൈവിൽ നടക്കുന്നുണ്ടായിരുന്നു, കുറച്ചേ നേരം നടന്ന് അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് അപ്പോൾ എന്നിട്ട് ജയിൽ പുള്ളികളെ പിന്നീട് റിലീസ് ചെയ്തു. അനൗൺസ്മെൻറ്റ് വന്ന് ജയിൽ പുള്ളികളെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. റിലീസ് ചെയ്തു. ജയിൽ പുള്ളികളൊക്കെ തിരിച്ചകത്ത് കയറി. അകത്ത് കയറിയതിന് ശേഷം ഇപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, രേണു സുധി എന്താ പറയുന്നത്, നമ്മുടെ കൺഫ്യൂഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. ആ വിളിച്ച സമയത്ത് ഇവിടെ അനീഷ് പുറത്തിരിപ്പുണ്ട്. അതെനിക്ക് ഷാനവാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് ചാടിയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷിനോട് ചെന്ന് ഷാനവാസ് സോറി പറഞ്ഞു. സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പെട്ടെന്ന് എൻ്റെ വായിൽ അങ്ങനെ വന്നുപോയി, നീ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇനി മേലിൽ ആവർത്തിക്കരുത്. ഇതാണ് ഇപ്പം ഇതുവരെ ലൈവിൽ നടന്നത് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേഷൻ ആയിട്ട് വരുന്നവരേക്കും